പി.സി. ജോർജിന് ശരിക്കും പണി കൊടുത്തിരിക്കുകയാണ് ക്രൈസ്തവ സഭ. അതായത് വലിയ ആത്മവിശ്വാസത്തോടെ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇറങ്ങിയവരാണ് അച്ഛനും മകനും. അതായത് പി.സി. ജോർജും മകൻ ഷോൺ ജോർജും. കോട്ടയം പോലെയുള്ള ഒരു ജില്ലയിൽ നമുക്കറിയാം, മത്സരിക്കാൻ ഇറങ്ങുന്ന ആരായാലും അവർ ക്രൈസ്തവ സഭയുടെ അല്ലെങ്കിൽ ക്രൈസ്തവ വോട്ടുകൾ കിട്ടുമെന്ന പ്രതീക്ഷ വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ലഭിച്ചില്ല എങ്കിൽ തോൽക്കുമെന്നതും ഉറപ്പാണ്. അതുകൊണ്ടാണ് അത് കിട്ടിയില്ല എന്നറിഞ്ഞ ഉടനെ തന്നെ ക്രൈസ്തവ സഭയെ അസഭ്യം പറയാൻ അച്ഛനും മകനും മത്സരിച്ച് രംഗത്ത് വന്നത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ പി.സി. ജോർജ് കഴിഞ്ഞ ദിവസം അധിക്ഷേപകരമായ പരാമർശമാണ് നടത്തിയത്. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് മഠങ്ങളിലെല്ലാം വിളിച്ച് UDFന് വോട്ട് ചെയ്യാൻ പറഞ്ഞുവെന്നാണ് പി.സി. ജോർജ് ആരോപിച്ചത്. അദ്ദേഹം കാണിച്ചത് മര്യാദകേടാണെന്നും സഭയ്ക്ക് ഗുണം ലഭിച്ചത് തന്നെ കൊണ്ടാണെന്നും തൻ്റെ ഔദാര്യമാണെന്നൊക്കെ വിളിച്ചു പറഞ്ഞ പി.സി. ജോർജ് സഭയുടെ കയ്യിൽ നിന്നും നല്ല രീതിയിൽ വാങ്ങിച്ചിരിക്കുന്നു. നാണം കെട്ടവർ സഭയെ അല്ല മെത്രാന്മാരെയാണ് ഈ തള്ളിപ്പറയേണ്ടത് എന്നും പി.സി. ജോർജ് പറഞ്ഞിരുന്നു. ബോധവും വിവരവും വേണ്ടേ, എന്തിനാണ് ഇവർമാരിങ്ങനെ കുരയ്ക്കുന്നത് എന്നാണ് മെത്രാന്മാരെ പോലെയുള്ള ബിഷപ്പുമാരെ പോലെയുള്ള ആളുകളോട് പി.സി. ജോർജ് കയർത്തത്. ഈ കുര UDFന് വേണ്ടിയാണെന്നും രാഷ്ട്രീയം പറയുന്ന മെത്രാന്മാരെ രാഷ്ട്രീയക്കാരായി തന്നെ കാണുമെന്നും അവരോട് രാഷ്ട്രീയപരമായി തന്നെ ഇടപെടുമെന്നുമാണ് പി.സി. ജോർജ് വെല്ലുവിളിച്ചത്. താൻ വിശ്വാസിയാണെന്നും മെത്രാന്മാർ കാണിക്കുന്നത് പോക്കിരിത്തരമാണെന്ന് പറയുന്നതും പി.സി. ജോർജ് ഒരു അലങ്കാരമായി കണ്ടു. ഇതോടെ ക്രൈസ്തവ സഭ ഒന്നടങ്കം രംഗത്ത് വന്നു. അവരുടെ മുഖപത്രമായ ദീപികയിൽ BJP നേതാവായ പി.സി. ജോർജിനെ എടുത്തിട്ടലക്കി എന്ന് തന്നെ പറയാം. ഏത് രാഷ്ട്രീയ അവസരവാദി മുണ്ട് മടക്കി കുത്തി വന്നാലും നിലപാടിൽ മാറ്റമില്ല എന്നാണ് ദീപിക ദിനപത്രം തുറന്നടിച്ചത്. മിണ്ടിപ്പോകരുത് എന്ന ഭീഷണിക്ക് വഴങ്ങില്ലെന്നും ഇനിയും പറയേണ്ടി വരുമെന്നും ദീപിക ജോർജിന് മുന്നറിയിപ്പ് നൽകി. കേരളത്തിലെ കവലച്ചട്ടമ്പിമാർ അധികാരമുണ്ട് എന്നത് കാണിച്ചു തരാമെന്നാണ് പറയുന്നതെന്നും രാഷ്ട്രീയ ദുഷിപ്പുകാർ തട്ടിപ്പറിക്കരുത് എന്നും ദീപിക പി.സി. ജോർജിനെ ഓർമ്മിപ്പിച്ചു. എല്ലാവർക്കും വേണ്ടി എന്ന് പറയുന്ന നിയമങ്ങൾ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടിയ ഉദാഹരണങ്ങളുണ്ട് എന്നും FCRനെ കുറിച്ച് മിണ്ടിപ്പോകരുതെന്ന ഭീഷണിക്ക് വഴങ്ങില്ല എന്നും ക്രൈസ്തവ സഭ പി.സി. ജോർജിനോട് വ്യക്തമാക്കി. ദീപികയിലെ ചില വ്യക്തികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും നിക്ഷേപകർക്ക് വേണ്ടി വാർത്തകൾ വളച്ചടിക്കുകയാണ് എന്നുമാണ് പി.സി. ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ് പറഞ്ഞത്. അങ്ങനെ അച്ഛനും മകനും ക്രൈസ്തവ സഭയ്ക്കും അതിൻ്റെ പത്രത്തിനുമെതിരെയൊക്കെ കുറച്ചു ദിവസങ്ങളായി ഇങ്ങനെ പോരടിക്കുകയാണ്. പാലാ സീറ്റിൽ സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജും അതുപോലെ പൂഞ്ഞാർ സീറ്റിൽ പി.സി. ജോർജുമാണ് വന്നത്. ക്രൈസ്തവ വോട്ടുകളും ഹൈന്ദവ വോട്ടുകളുമാണ് ഇവർ ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചത്. എന്നാൽ ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചതുമില്ല. സാധാരണയുള്ളതുപോലെ ഹൈന്ദവ വോട്ടുകൾ എല്ലാ പാർട്ടികൾക്കും പോയതോടെ രണ്ടുപേർക്കും കിളിപോയി എന്ന് തന്നെ പറയാം. അതോടെയാണ് ക്രൈസ്തവ സഭയ്ക്കും മെത്രാന്മാർക്കും ബിഷപ്പുമാർക്കും ഒക്കെ എതിരെ പാഞ്ഞെടുത്തത്. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം, കന്യാസ്ത്രീകളും ക്രൈസ്തവരും ആക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പോലും BJPയോടൊപ്പം നിന്ന് അഹങ്കാരം പറഞ്ഞവർ വോട്ടു മാത്രം പ്രതീക്ഷിച്ച് വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധം കാണും. അതുമാത്രമാണ് ഇവരുടെ കാര്യത്തിലും സംഭവിച്ചത്. അതിന് സഭയ്ക്കുമേൽ കുതിര കയറിയിട്ടൊന്നും കാര്യമില്ല. അങ്ങനെ ബെല്ലും ബ്രേക്കുമില്ലാത്ത പി.സി. ജോർജിന് ക്രൈസ്തവ സഭ അവരുടെ മുഖപത്രത്തിലൂടെ തന്നെ മൂക്കുകയറിട്ടിരിക്കുന്നു. കേരളത്തിൽ മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന പ്രതീക്ഷയോടെ തെരഞ്ഞെടുപ്പിനെ സമീപിച്ച LDFന് പറ്റിയത് ഒറ്റ കാര്യം, പിണറായി വിജയനെ തന്നെ വീണ്ടും നേതാവാക്കി ഈ സംവിധാനത്തിൻ്റെ മുതലാളിയാക്കി മാറ്റി എന്നുള്ളതാണ്. സത്യത്തിൽ കേരളത്തിൽ അതിശക്തമായ പിണറായി വിരുദ്ധത, പിണറായി വികാരം ഉണ്ട് എന്നുള്ളത് സത്യമാണ്. എന്നാൽ MLAമാർക്ക് അങ്ങനെ എതിർവികാരം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിണറായി വിജയനെ മാറ്റി യുവാക്കളെ എങ്ങാനും രംഗത്ത് നിർത്തിയിരുന്നുവെങ്കിൽ LDF മെച്ചപ്പെട്ടേനെ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. അതായത് ഭരണ തുടർച്ച ആഗ്രഹിക്കുമ്പോഴും പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് അധികാരം കേന്ദ്രീകരിക്കുന്നതിനെയും പാർട്ടിയിലെ തലമുറ മാറ്റത്തിൻ്റെ അഭാവവുമാണ് LDFൻ്റെ തോൽവിയിലേക്ക് നയിക്കാൻ പോകുന്നത്. അതായത് സെബിൻ ജേക്കബ് എന്നൊരു മാധ്യമപ്രവർത്തകൻ പറഞ്ഞതുപോലെ ഒരു ദശാബ്ദം എന്നത് വലിയ കാലയളവാണ്. ശരീരം കുനിഞ്ഞു തുടങ്ങിയ ഒരു വൃദ്ധനേക്കാൾ യുവത്വമുള്ള ഊർജ്ജസ്വലരായ നേതാവിനെ ഉയർത്തിക്കാട്ടാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കളി മാറിയേനെ.
VS അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് സംഭവിച്ചതുപോലെ പ്രായം തളർത്തിയ നേതാവിന് പകരം മറ്റുള്ളവർ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരവസ്ഥ വരുന്നത് ഗുണകരമല്ല എന്ന് ജനങ്ങളിവിടെ ചിന്തിച്ചിരിക്കുന്നു. തൊട്ടതും പിടിച്ചതിലുമെല്ലാം അഴിമതി, അതാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ. അദ്ദേഹം ഉൾപ്പെട്ട ഒട്ടനവധി അഴിമതി കേസുകൾ നമുക്കറിയാം. അതിനപ്പുറം മകനും മകളുമെല്ലാം പ്രതിയാകുന്നു. വലിയ വലിയ കേസുകളിൽ ED ഇവിടേക്ക് ഓടിയെത്തുന്നു. ഇതെല്ലാം ഇടതുപക്ഷ മുഖ്യമന്ത്രിമാരിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്, കണ്ടിട്ടില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഭരണത്തിൽ എല്ലാവർക്കും അഴിമതി നടത്താനുള്ള പ്രേരണ ഉണ്ടായി. രക്തസാക്ഷി ഫണ്ടുകൾ വരെ തട്ടുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു വികാരമാണ് LDFനെ തകർത്ത് കളഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ ഉറപ്പാക്കുന്നത്. അവിടെയാണ് ഒരു മാറ്റമുണ്ടായിരുന്നുവെങ്കിൽ LDF മെച്ചപ്പെടുമായിരുന്നു എന്നൊരു അഭിപ്രായം വന്നിരിക്കുന്നത്. പിണറായി വിജയൻ്റെ നേട്ടം പറഞ്ഞു മാത്രം അതിലൂന്നിയുള്ള പ്രചരണ ബോർഡുകൾ വലിയ തിരിച്ചടിയാകും എന്നുള്ളതിൽ സംശയമില്ല. അതിന് ചെലവിട്ട പണം സാധാരണക്കാരൻ്റെ നികുതി പണമാണെന്ന് കേരളം പറഞ്ഞു നടക്കുന്നു. P. രാജീവ്, KN ബാലഗോപാലൻ അല്ലെങ്കിൽ KK ശൈലജ തുടങ്ങിയവരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയിരുന്നുവെങ്കിൽ കുറച്ചുകൂടി തിളക്കത്തോടെ വോട്ട് ചോദിക്കാമായിരുന്നു. അതിനു പകരം അധികാരം ഒരാളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നത് കേരളം തള്ളിക്കളഞ്ഞൊരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു ഇപ്പോൾ നടന്നത്. സത്യത്തിൽ പിണറായി വിജയനെ മടുത്തുപോയ കേരളത്തിൽ അദ്ദേഹത്തെ തന്നെ വീണ്ടും വീണ്ടും ഉയർത്തിക്കാട്ടിയത് വിഡ്ഢിത്തമാണ് എന്നിരിക്കെ ഈ തോൽവി LDF ചോദിച്ചു വാങ്ങിയത് എന്ന് തന്നെ പറയാം. തോക്കു ചൂണ്ടിയ സൈനികർ, EVM പിടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ, അതീവ സുരക്ഷയിലേക്ക് വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് കോട്ടയം ബസേലിയസ് കോളേജിൽ ഇന്നലെ നടന്നത് നാടകീയ രംഗങ്ങളാണ്. കോട്ടയം ബസേലിയസ് കോളേജിലെ സ്ട്രോങ് റൂമിന് മുന്നിൽ അരങ്ങേറിയ നാടകീയമായ സംഭവ വികാസങ്ങൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ ഒന്നാണ്. വൈക്കം മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ട്രോങ് റൂമിന് കാവൽ നിൽക്കുന്ന കേന്ദ്ര സുരക്ഷാ സേനയും തെരഞ്ഞെടുപ്പ് ചുമതലയിലുള്ള ഉദ്യോഗസ്ഥരും തമ്മിലുണ്ടായ തർക്കം വെറുമൊരു വാക്ക് തർക്കത്തിൽ ഒതുങ്ങിയില്ല എന്നത് വൻ വിവാദങ്ങൾക്കാണ് വഴിതെളിച്ചത്. ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിന് ശേഷം ജനാധിപത്യത്തിൻ്റെ വിധി നിശ്ചയിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ അതീവ സുരക്ഷയോടെ സൂക്ഷിക്കേണ്ടിയിരുന്ന ഈ സങ്കേതത്തിൽ തോക്കുകൾ ഉയരുകയും ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തു എന്നത് അതീവ ഗൗരവകരമായ സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ഈ തർക്കത്തിൻ്റെ കാതൽ എന്നത് ഒരു കേന്ദ്ര നിരീക്ഷകൻ്റെ വിചിത്രമായ നിർദ്ദേശമായിരുന്നു. സ്ട്രോങ് റൂമുകൾ പൂട്ടി സീൽ ചെയ്ത ശേഷം അതിൻ്റെ താക്കോലുകൾ ആ പൂട്ടിൽ തന്നെ വെക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ നിലനിൽക്കെ ഇത്തരമൊരു നിർദ്ദേശം തികച്ചും ചട്ടലംഘനമാണെന്ന് ഉദ്യോഗസ്ഥർ തിരിച്ചറിഞ്ഞു. സാധാരണഗതിയിൽ സ്ട്രോങ് റൂമുകൾ സീൽ ചെയ്താൽ അതിൻ്റെ താക്കോലുകൾ പ്രത്യേകമായി മുദ്രവെച്ച് ട്രഷറിയിലോ ഭരണാധികാരിയുടെ പക്കലോ ആണ് സൂക്ഷിക്കേണ്ടത്. സുരക്ഷാ സങ്കേതത്തിൻ്റെ താക്കോൽ പൂട്ടിൽ തന്നെ വെക്കുന്നത് വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷയെ ബാധിക്കുമെന്നും അനാവശ്യമായ കൈകടത്തലുകൾക്ക് വഴിവെക്കുമെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടുകയാണ്. എന്നാൽ തൻ്റെ നിർദ്ദേശം അനുസരിക്കാത്ത ഉദ്യോഗസ്ഥർക്ക് നേരെ കേന്ദ്ര നിരീക്ഷകനും അവിടെ ഉണ്ടായിരുന്ന BSF ജവാന്മാരും കർക്കശമായ നിലപാടാണ് സ്വീകരിച്ചത്. തർക്കം രൂക്ഷമായതോടെ അവിടെ ഉണ്ടായിരുന്ന ജവാന്മാർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് നേരെ തോക്ക് ചൂണ്ടിയതായാണ് പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ഈ രാജ്യത്തിൻ്റെ അതിർത്തി കാക്കുന്ന സൈനിക വിഭാഗം ഇത്തരത്തിൽ പെരുമാറിയത്. ജോലി തടസ്സപ്പെടുത്തിയതിനും ഭീഷണിപ്പെടുത്തിയതിനും ഉദ്യോഗസ്ഥർക്കിടയിൽ വലിയ പ്രതിഷേധം ആളിപ്പടരുകയാണ്. ബസേലിയസ് കോളേജിലെ ഈ സ്ട്രോങ് റൂം പരിസരം മണിക്കൂറുകളോളം സംഘർഷാവസ്ഥയിലായിരുന്നു. മെയ് 4 നടക്കാനിരിക്കുന്ന വോട്ടെണ്ണൽ വരെ അതീവ ജാഗ്രത വേണ്ട സ്ഥലത്ത് സുരക്ഷാ ചുമതലയുള്ളവർ തന്നെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ജനാധിപത്യ പ്രക്രിയയിൽ ആശങ്കയുണ്ടാക്കുന്നു. കേന്ദ്ര സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ നടപടി കേരളത്തിലെ രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട നിരീക്ഷകൻ തന്നെ നിയമവിരുദ്ധമായ നിർദ്ദേശം നൽകിയതും അതിനെ ചോദ്യം ചെയ്തവർക്ക് നേരെ ആയുധം പ്രയോഗിക്കാൻ തുനിഞ്ഞതും ഭരണഘടനാപരമായ വീഴ്ചയായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവം വൻവിവാദമായതോടെ ജില്ലാ കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ചർച്ചകൾ നടത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ ലംഘിക്കാൻ കഴിയില്ലെന്ന് ഉദ്യോഗസ്ഥർ ഉറച്ച നിലപാടെടുത്തു. വോട്ടെടുപ്പ് കഴിഞ്ഞ് വെറും 2 ദിവസം മാത്രം പിന്നിടുമ്പോൾ ഇത്തരത്തിലൊരു അനിഷ്ട സംഭവം ഉണ്ടായത് ഭരണാധികാരികളെയും രാഷ്ട്രീയ പാർട്ടികളെയും ഒരുപോലെ സമ്മർദ്ദത്തിലാക്കുന്നു. കേന്ദ്രസേനയുടെ അതിക്രമത്തിനെതിരെ ജീവനക്കാരുടെ സംഘടനകൾ പരാതി നൽകാൻ ഒരുങ്ങുകയാണ്.
ഭരണാധികാരികളുടെയും ഉദ്യോഗസ്ഥരുടെയും മനോവീര്യം തകർക്കുന്ന രീതിയിൽ സുരക്ഷാസേന പെരുമാറിയത് വരും ദിവസങ്ങളിൽ വലിയ നിയമ പോരാട്ടങ്ങളിലേക്ക് നയിച്ചേക്കാം. സ്ട്രോങ് റൂമിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇപ്പോൾ ആശങ്കയുണ്ട്. വൈക്കം മണ്ഡലത്തിലെ വോട്ടർമാരുടെ വിധി സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്താൻ കർശനമായ നടപടികൾ വേണമെന്നാണ് ഇപ്പോൾ ആവശ്യം. വോട്ടിംഗ് യന്ത്രങ്ങൾ മാറ്റുന്നതിനോ അല്ലെങ്കിൽ സ്ട്രോങ് റൂമിൽ അനാവശ്യമായി ആരെങ്കിലും പ്രവേശിക്കുന്നതിനോ ഉള്ള ഗൂഢനീക്കത്തിൻ്റെ ഭാഗമാണോ ഈ താക്കോൽ വിവാദമെന്ന സംശയവും ചില കോണുകളിൽ നിന്ന് ഉയരുന്നു. ഏതായാലും കോട്ടയത്തെ ഈ സംഭവം വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ വലിയ പുകിലുകൾക്ക് കാരണമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. നാല് റീൽസ് ഉണ്ടാക്കി ഇടാനില്ലാതെ ഷാഫിയെ മറ്റെന്തിനു കൊള്ളാം, ഒരു പേടിയും ഷാഫിയെ പേടിക്കണ്ട എന്നായിരുന്നു എളമരം കരീം ഒരിക്കൽ പറഞ്ഞത്. ആ ഷാഫി ഇന്ന് കിങ് മേക്കറായി മാറുമ്പോൾ സത്യത്തിൽ ഷാഫിക്കെതിരെ വിരൽ ചൂണ്ടിയ ഓരോ ആളുകളും നട്ടം തിരിയുകയാണ്. പറഞ്ഞു വരുന്നത്, കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന പേര് ഷാഫി പറമ്പിലിൻ്റേതാണ്. വടകരയുടെ ജനപ്രിയ MP എന്നതിലുപരി UDFൻ്റെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ സ്റ്റാർ ക്യാമ്പയിനർ കൂടിയായിരുന്നു അദ്ദേഹം. കേരളത്തിലുടനീളം 80-ലധികം മണ്ഡലങ്ങളിൽ ഷാഫി പറമ്പിൽ ഓടിയെത്തിയപ്പോൾ അവിടെയെല്ലാം വലിയ ആൾക്കൂട്ടമാണ് അദ്ദേഹത്തെ സ്വീകരിക്കാൻ തടിച്ചുകൂടിയത്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കേരളത്തിൽ കോൺഗ്രസിന് വേണ്ടി ഇത്രയധികം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന മറ്റൊരു നേതാവുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഷാഫി പറമ്പിലിൻ്റെ വളർച്ച വെറുമൊരു രാഷ്ട്രീയ മുന്നേറ്റം മാത്രമല്ല, മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ അദ്ദേഹം നേടിയെടുത്ത വലിയൊരു സ്വീകാര്യതയുടെ അടയാളമാണ്. സോഷ്യൽ മീഡിയയിലെ റീൽസുകളുടെയും ഹൃദയസ്പർശിയായ പ്രസംഗങ്ങളിലൂടെയും പുതുതലമുറ വോട്ടർമാരുടെ പൾസ് അറിയുന്ന ഒരു ന്യൂജൻ നേതാവായി അദ്ദേഹം സ്വയം അടയാളപ്പെടുത്തി കഴിഞ്ഞു. വടകരയിലെ ടീച്ചറമ്മ TP ചന്ദ്രശേഖരൻ്റെ അമ്മയാണെന്ന് വൈകാരികമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ അത് സാധാരണക്കാരായ സ്ത്രീകളുടെ പോലും ഉള്ളിൽ തട്ടിയതാണ്. എന്നാൽ ഇത്രയേറെ ജനസ്വാധീനമുള്ളൊരു നേതാവിനെ തളയ്ക്കാൻ രാഷ്ട്രീയ എതിരാളികൾ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങളാണ് അഴിച്ചുവിടുന്നത്. ദക്ഷിണ കേരളത്തിലെ മുസ്ലിം മേഖലകളിൽ ഷാഫി പറമ്പിൽ രഹസ്യമായി മതം പറഞ്ഞു വോട്ട് പിടിച്ചു എന്ന തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇപ്പോൾ ഇടത് സൈബർ ഇടങ്ങളിൽ സജീവമാകുന്നത്. എന്നാൽ ഇതിന് യാതൊരു തെളിവുമില്ല എന്നുള്ളതാണ് വാസ്തവം. ഭൂരിപക്ഷ സമുദായത്തിന് വലിയ സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി 3 തവണ ഷാഫി വിജയിച്ചു കയറിയത് അദ്ദേഹത്തിൻ്റെ മതേതര നിലപാടിനുള്ള അംഗീകാരമായിരുന്നു. ഒരു വർഗീയ ചിന്താഗതിക്കാരൻ ഒരിക്കലും ഇത്തരത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ നേടാൻ കഴിയില്ല. K കരുണാകരനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും ഒരേ സമയം മതവിശ്വാസികളായിരിക്കെ തന്നെ കേരളം അംഗീകരിച്ച മതേതര നേതാക്കളായിരുന്നു. അവർക്കില്ലാത്തൊരു വർഗീയ ചാപ്പ ഷാഫി പറമ്പിലിന് മേൽ കുത്തിവെക്കാൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിലുള്ള ഭയം കൊണ്ട് മാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെട്ട വിവാദങ്ങളിൽ പോലും രാഹുലിനേക്കാൾ കൂടുതൽ ഷാഫി ആക്രമിക്കപ്പെട്ടത് ഇതിൻ്റെ തെളിവാണ്. രാഹുലിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന് ഷാഫിയെ വിശേഷിപ്പിച്ചത് അദ്ദേഹത്തെ ഡിമോറലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഉമ്മൻചാണ്ടിയെപ്പോലെ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. എപ്പോഴും പുഞ്ചിരിച്ചും സൗമ്യമായി പെരുമാറിയും ആൾക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുന്നു. CPMനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും ഷാഫിയുടെ ഈ പെനട്രേറ്റിംഗ് പവർ അഥവാ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കഴിവാണ്. പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയും യുവാക്കളെയും സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് എതിരാളികളെ അസ്വസ്ഥരാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കാഫീർ സ്ക്രീൻഷോട്ട് വിവാദം മുതൽ ഏറ്റവും ഒടുവിൽ വന്ന രഹസ്യ പ്രചരണ ആരോപണങ്ങൾ വരെ ഷാഫിയെ ലക്ഷ്യം വെക്കുന്നത്. രാഷ്ട്രീയമായി ഷാഫിയെ നേരിടാൻ കഴിയാതെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെയും മതേതര പ്രതിച്ഛായയെയും തകർക്കാൻ ശ്രമിക്കുകയാണ് ഇടത് സൈബർ വിങ്ങുകൾ. എന്നാൽ യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന ജനങ്ങൾ ഷാഫി പറമ്പിൽ നിന്ന് എഞ്ചേറ്റുന്നത് അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തമായ മതേതര രാഷ്ട്രീയവും വികസന കാഴ്ചപ്പാടും മുൻനിർത്തി തന്നെയാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ ഭാവി ഈ യുവനേതാവിൽ സുരക്ഷിതമാണെന്ന ബോധ്യം അണികളിലും പൊതുജനങ്ങളിലും ഒരുപോലെ വളർന്നു വന്നു. ഷാഫി പറമ്പിൽ എന്ന നേതാവിനെതിരെയുള്ള ഓരോ ആരോപണവും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ കരുത്തിനുള്ള അംഗീകാരമായി മാറുകയാണ് ചെയ്യുന്നത്.